പേരാമ്പ്ര വെസ്റ്റ് പുത്തൂക്കാവ് ആശേരിത്തറ ലിങ്ക് റോഡ് പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ടി വി പ്രജിത്ത് സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് അംഗം എം എം ഗോപാലൻ പ്രസംഗിച്ചു. മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പോലെ തന്നെ റോഡുകളും ഗതാഗത മാർഗങ്ങളും രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഗതാഗതം. ഈ ഗതാഗത മാർഗങ്ങൾ വികസിച്ചില്ലെങ്കിൽ നമുക്കവിടെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിയില്ല. ഇപ്പോൾ കൊടകര പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒന്ന് മുകളിൽ കൂടെ ഒരു ഉപഗ്രഹ വിഷൻ പോലെ ഒന്ന് നോക്കിയാൽ കാണാം, ഏറ്റവും നല്ല ഗതാഗത സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങളുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ. അപ്പോൾ ഗ്രാമീണ റോഡുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഈ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അത് ഓരോ വാർഡ് മെമ്പർമാരും അവരുടെ മിടുക്കിനനുസരിച്ച് യഥാസമയം വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. ആ രീതിയിൽ വാർഡ് മെമ്പർ എന്ന രീതിയിൽ ശ്രീ പ്രജിത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സമീപ പ്രദേശത്തെ പഞ്ചായത്തിൽ ഇന്നെല്ലാ പാടത്തുകൂടിയും റോഡും അതുപോലെ തന്നെ അനുബന്ധ സൗകര്യങ്ങളും കെട്ടിപ്പടുക്കുന്നതിനും ഒരു നഗര സമാനമായ ജീവിതത്തിൻ്റെ രീതിയിലേക്ക് സൗകര്യ ജനങ്ങൾക്ക് ഏർപ്പാടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് അർത്ഥത്തിൽ പഞ്ചായത്തിന് നിർവഹിക്കാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്കറിയാം, നമ്മുടെ മലയോര പാതയും അതുപോലെ തന്നെ ഹൈവേയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനം, ജലപാതയും ദേശീയപാതയും അതുപോലെ തന്നെ തീരദേശ പാതയുടെയൊക്കെ പൂർത്തീകരണം ഒപ്പം നടക്കുന്നതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അടിയന്തരമായി തന്നെ എടുക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് 19ാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ ഗോപാലേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഹാർദവുമായി സ്വാഗതം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഈ വാർഡിൻ്റെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇന്ന് പൂർത്തിയായിട്ടുള്ളത്. കാരണം ആശേരിത്തറയിൽ നിന്നും പുത്തുകാവിലേക്കുള്ള ഈ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വഴിയാണ് ഇന്ന്